Next topic is fundamental processes, and in this topic DNA replication, repair and recombination method. This ഇതിൽ DNA replication enzymes, different enzymes used in this replication mechanism ഇതൊക്കെയാണ് കാര്യമായിട്ട് അല്ലെങ്കിൽ ന്യൂക്ലിയസ് എൻസൈമിനെ കുറിച്ചൊക്കെയാണ് ചോദിക്കാറുള്ളത്. നെക്സ്റ്റ് ഈസ് RNA സിന്തസിസ് ആൻഡ് പ്രോസസ്സിംഗ്. അതിൽ വരുന്നത് ട്രാൻസ്ക്രിപ്ഷൻ ഫാക്ടേഴ്സ് ആൻഡ് മെഷീനറി, ഫോർമേഷൻ ഓഫ് ഇനീസിയേഷൻ കോംപ്ലക്സ്, ട്രാൻസ്ക്രിപ്ഷൻ ആക്ടിവേറ്റർ ആൻഡ് റിപ്രസർ. ഇതിലൊക്കെ റിപ്രസർ ഏതാണ്, ആക്ടിവേറ്റർ ഏതാണ്, RNA സിന്തസിസിൽ ഉള്ള ഫാക്ടേഴ്സ്, ഇനീസിയേഷൻ ഫാക്ടേഴ്സ്, ഇലോങ്ങേഷൻ ഫാക്ടേഴ്സ്, പിന്നെ ഡിഫറെൻറ്റ് RNA പോളിമറൈസസ്, ക്യാപ്പിംഗ്, 5' ക്യാപ്പിംഗ്, then elongation, termination, RNA processing, RNA editing, splicing ലൊക്കെ ഡിഫറെൻറ്റ് മെക്കാനിസം ഉണ്ട്, ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് എൻസൈംസ് ഇൻവോൾവ് ചെയ്യുന്നുണ്ട്. polyadynylation, structure and functions of different types of RNA, rRNA, mRNA, tRNA, ഇതിൻ്റെയൊക്കെ സ്ട്രക്ചർ, ഫങ്ഷൻസ്, then RNA ട്രാൻസ്പോർട്ട്, ഇതിലൊക്കെ കുറേ എൻസൈംസും കുറേ ഫാക്ടേഴ്സും ഒക്കെ ഇൻവോൾവ് ചെയ്യുന്നുണ്ട്. ഇതൊക്കെ ആയിരിക്കും ബി പാർട്ടിൽ കൂടുതൽ ഡയറക്റ്റ് ക്വസ്റ്റ്യൻസ് ആണ് ഇതിൽ നിന്നൊക്കെ വരാറുള്ളത് ബി പാർട്ടിൽ. നെക്സ്റ്റ് ഈസ് പ്രോട്ടീൻ സിന്തസിസ് ആൻഡ് പ്രോസസ്സിംഗ്. അതിൽ വരുന്നത് റൈബോസോം, ഫോർമേഷൻ ഓഫ് ഇനീസിയേഷൻ കോംപ്ലക്സ്, initiation factors and their regulation, elongation and elongation factors, termination. അപ്പോൾ ഇതിൽ ഈ പ്രോട്ടീൻ സിന്തസിസിൽ എന്താ, ട്രാൻസ്ലേഷനിലൂടെയാണ് നമുക്ക് പ്രോട്ടീൻ സിന്തസൈസ് ചെയ്യുന്നത്. അപ്പോൾ ഇതിൽ കുറേ ഫാക്ടേഴ്സ് ഉണ്ട്, ട്രാൻസ്ലേഷൻ ഫാക്ടേഴ്സ് ഉണ്ട്, അതിൻ്റെ എൻസൈംസ് ഉണ്ട്, ഇതൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ്. ദെൻ നെക്സ്റ്റ് ഇസ് ജെനറ്റിക് കോഡ്, അമിനോ അസൈലേഷൻ ഓഫ് tRNA ഐഡൻറ്റിറ്റി, അമിനോ അസൈൽ tRNA സിന്തറ്റൈസ് ആൻഡ് ട്രാൻസ്ലൊക്കേഷണൽ പ്രൂഫ് റീഡിംഗ്. then translational inhibitors, ധാരാളം ഇൻഹിബിറ്റേഴ്സ് ട്രാൻസ്ലേഷനെ ഇൻഹിബിറ്റ് ചെയ്യുന്നുണ്ട്. then post translational modification of protein. ഇതൊക്കെ ഡയറക്റ്റ് ക്വസ്റ്റ്യൻസ് ആയിട്ടും സി പാർട്ടിൽ പ്രോബ്ലം അല്ലെങ്കിൽ ആപ്ലിക്കേഷൻ ലെവലിൽ ക്വസ്റ്റ്യൻസ് ആയിട്ടും ചോദിക്കുന്നതാണ്. നെക്സ്റ്റ് ഈസ് കൺട്രോൾ ഓഫ് ജീൻ എക്സ്പ്രഷൻ അറ്റ് ട്രാൻസ്ക്രിപ്ഷൻ ആൻഡ് ട്രാൻസ്ലേഷൻ ലെവൽ. അതിൽ വരുന്നത് റെഗുലേറ്റിംഗ് ദി എക്സ്പ്രഷൻ ഓഫ് ഫേജസ്, വൈറസസ്, prokaryotic and eukaryotic gene, role of chromatin in gene expression and gene silencing. ഇതിൽ ഈ ഫേജ് വൈറസിനെ പറ്റിയുള്ളതൊക്കെ കുറേ ഒരു എലാബറേറ്റഡ് പാരഗ്രാഫ് ക്വസ്റ്റ്യൻസ് ആയിട്ട് അപ്ലിക്കേഷൻ ലെവലിൽ സി പാർട്ടിലാണ് വരാറുള്ളത്. നെക്സ്റ്റ് ഫോർത്ത് യൂണിറ്റ് ഇസ് സെൽ കമ്മ്യൂണിക്കേഷൻ ആൻഡ് സെൽ സിഗ്നലിംഗ്. ഇറ്റ് ഈസ് വെരി വെരി ഇമ്പോർട്ടൻറ്റ് യൂണിറ്റ്, സെൽ കമ്മ്യൂണിക്കേഷൻ ആൻഡ് സെൽ സിഗ്നലിംഗ്. ഇതിൽ ഫസ്റ്റ് ടോപ്പിക് ആണ് ഹോസ്റ്റ് പാരസൈറ്റ് ഇന്ററാക്ഷൻ, recognition and entry process of different pathogen like bacteria, virus into animal and plant host cell, alteration of host cell behavior by pathogen, virus induced cell transformation, pathogen induced disease in animals and plants, cell fusion in both normal and abnormal cell. അപ്പോൾ ഈ റെക്കഗ്നിഷൻ അല്ലെങ്കിൽ റെക്കഗ്നിഷൻ ആൻഡ് എൻട്രി പ്രോസസ്, ഡിഫറെൻറ്റ് ബാക്ടീരിയ, വൈറസ് ഒക്കെ പ്ലാന്റ് സെല്ലിലേക്ക് എൻ്റർ ചെയ്യണം അല്ലെങ്കിൽ അനിമൽ സെല്ലിലേക്ക് എൻ്റർ ചെയ്യണത് ഡിഫറെൻറ്റ് മെക്കാനിസം വഴി. അത് കുറേ പാത്ത് വേസ് ഒക്കെ ഇൻവോൾവ് ചെയ്യുന്നുണ്ട്. അതിൽ നിന്നൊക്കെ ധാരാളം ക്വസ്റ്റ്യൻസ് ചോദിക്കാറുണ്ട്. നെക്സ്റ്റ് ഈ സെൽ സിഗ്നലിംഗ്. അതിൽ വരുന്നത് ഹോർമോൺസ് ആൻഡ് ദ റിസപ്റ്റേഴ്സ്, ദെൻ സെൽ സർഫസ് റിസപ്റ്റർ, സിഗ്നലിംഗ് ത്രൂ G protein coupled receptors, then signal transduction pathways, second messengers. ഇതൊക്കെ ഈ സെൽ സിഗ്നലിംഗ് എന്നുള്ള യൂണിറ്റ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. അതിൽ കുറേ സീക്വൻസ്, KDEL സീക്വൻസ്, ജാക്ക് സ്റ്റാർട്ട് പാത്വേ, ഇങ്ങനെ കുറേ സംഭവങ്ങൾ നമ്മൾ പഠിക്കുമ്പോൾ ഭയങ്കര ഈസിയാണ്. പക്ഷെ അത് പിന്നെ നമുക്ക് മറന്നു പോവാതെ എല്ലാതും കൂടെ ആവുമ്പോൾ അല്ലെങ്കിൽ ഓരോ എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം അങ്ങനെ ഓരോന്നിലും ഗോൾഗിയിലുള്ളത് അങ്ങനെ ഡിഫറെൻ്റ് ആയിട്ട് പഠിക്കുമ്പം നമുക്ക് ഓർത്തെടുക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. എന്നാലും ഈ സെൽ സിഗ്നലിംഗ് പോർഷൻസ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പോർഷനാണ്. നെക്സ്റ്റ് ഈസ് സെല്ലുലാർ കമ്മ്യൂണിക്കേഷൻ. അതിൽ വരുന്നത് റെഗുലേഷൻ ഓഫ് ഹെമറ്റോപോയസിസ്, ജനറൽ പ്രിൻസിപ്പിൾസ് ഓഫ് സെൽ കമ്മ്യൂണിക്കേഷൻ, സെൽ അഡീഷൻ ആൻഡ് റോൾ ഓഫ് ഡിഫറെൻറ്റ് അഡീഷൻ മോളിക്യൂൾ, ഗ്യാപ് ജംഗ്ഷൻ, എക്സ്ട്രാ സെല്ലുലാർ മാട്രിക്സ്, ഇന്റഗ്രീൻ പ്രോട്ടീൻസ്, ന്യൂറോ ട്രാൻസ്മിഷൻ ആൻഡ് ഇറ്റ്സ് റെഗുലേഷൻ. ഇതൊക്കെ പഠിക്കുമ്പോഴും ഇതിലൊക്കെ കുറേയേറെ ചെറിയ ചെറിയ മോളിക്യൂൾസ് അല്ലെങ്കിൽ ചെറിയ സീക്വൻസ്,
സീക്വൻസ് ഇങ്ങനെയൊക്കെ ഓർത്തിരിക്കാനുള്ളതുണ്ട്. എൻസൈംസ് അതൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറാതെ അതിന്റെ രീതിയിൽ തന്നെ ഓർത്തെടുക്കുന്നതാണ് നോക്കേണ്ടത്. അത് ഭയങ്കര ബുദ്ധിമുട്ടാണ്. നെക്സ്റ്റ് ഈസ് ക്യാൻസർ. ജനറ്റിക് റീഅറേഞ്ച്മെന്റ് ഇൻ പ്രോജനിറ്റർ സെൽസ്, ഓങ്കോജീൻസ്, ട്യൂമർ സപ്രസർ ജീൻ, ക്യാൻസർ ആൻഡ് ദ സെൽ സൈക്കിൾ. ക്യാൻസർ അല്ലെങ്കിൽ സെൽ സൈക്കിളിന്റെ ഏത് ഫേസിലാണ്? ക്യാൻസറും സെൽ സൈക്കിളും തമ്മിലുള്ള ബന്ധം എന്താണ്? വൈറസ് ഇൻഡ്യൂസ്ഡ് ക്യാൻസർ, metastasis, interaction of cancer cell with normal cell, apoptosis, therapeutic intervention of uncontrolled cell growth. ഇപ്പൊ ക്യാൻസർ ഒക്കെ ഒരു എക്സാമ്പിൾ തേർഡ് പാർട്ട് സി പാർട്ടിലെ സി സെക്ഷനിൽ ഒരു എക്സാമ്പിൾസ് ആയിട്ടാണ് ചോദിക്കാറുള്ളത്. ഒരു അല്ലെങ്കിൽ ഒരു പാത്വേ അത് തരും. അതിന്ന് നമ്മൾ കണ്ടെത്തി നമ്മൾ പഠിച്ചത് വെച്ചിട്ട് അത് അപ്ലൈ ചെയ്തിട്ട് വേണം ആൻസർ എഴുതാനായിട്ട്. നെക്സ്റ്റ് ഈസ് ഇന്നേറ്റ് ആൻഡ് അഡാപ്റ്റീവ് ഇമ്മ്യൂൺ സിസ്റ്റം. അതിൽ വരുന്നത് സെൽസ് ആൻഡ് മോളിക്യൂൾസ് ഇൻവോൾവ് ഇൻ ഇന്നേറ്റ് ആൻഡ് അഡാപ്റ്റീവ് ഇമ്മ്യൂണിറ്റി. അപ്പൊ നമ്മൾ ഇമ്മ്യൂണോളജിയിൽ പഠിച്ച എല്ലാ കാര്യങ്ങളും ഇതിൽ പഠിക്കാണ്ട്. സെൽസ് ആൻഡ് മോളിക്യൂൾസ് ഇൻവോൾവ് ഇൻ ഇന്നേറ്റ് ആൻഡ് അഡാപ്റ്റീവ് ഇമ്മ്യൂണിറ്റി, ആന്റിജൻ, ആന്റിജെനിസിറ്റി ആൻഡ് ഇമ്മ്യൂണോജെനിസിറ്റി. ഇമ്മ്യൂണോഗ്ലോബുലിൻ ഒക്കെ എപ്പോഴും ചോദിക്കാറുള്ള ക്വസ്റ്റ്യൻസ് ആണ്. ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഇമ്മ്യൂണോഗ്ലോബിൻ, ഓരോ ഇമ്മ്യൂണോഗ്ലോബുലിന്റെ ഇമ്പോർട്ടൻസ് ഓരോ ഓപ്ഷൻസ് ആയിട്ട് ചോദിക്കാറുണ്ട്. ദെൻ ബി ആൻഡ് ടി സെൽ എപ്പിടോപ്സ്, structure and function of antibody molecules, generation of antibody diversity, monoclonal antibodies. Monoclonal antibodies ഒക്കെ സി പാർട്ടിലെ സി സെക്ഷനിലാണ് അപ്ലിക്കേഷൻ ലെവലിലാണ് ചോദിക്കാറുള്ളത്. Then antibody engineering, antigen antibody interaction, MHC molecules, antigen processing and presentation, activation and differentiation of B and T cells, B and T cell receptors, humoral and cell mediated immune responses, primary and secondary immune modulation, complement system ഇതൊക്കെ ചോദിക്കാറുള്ളതാണ്. toll like receptors, cell mediated effector function, inflammation, hypersensitivity. Different types of hypersensitivity reactions ഉണ്ട്. type 1 2 3 4 5 വരെ. അപ്പൊ അതിൽ ഇമ്മീഡിയറ്റ് എഫക്റ്റ് കൊടുക്കുന്നത് ഏതാണ്, ഡിലേഡ് എഫക്റ്റ് കൊടുക്കുന്നത് ഏതാണ്, പിന്നെ ഓരോ ഹൈപ്പർ സെൻസിറ്റിവിറ്റിയിൽ ഏതൊക്കെ ഡിസീസ് ആണ് കോസ് ചെയ്യാറുള്ളത്, ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ഒക്കെ ബിയിലും സിയിലും ചോദിക്കാറുണ്ട്. ദെൻ ഓട്ടോ ഇമ്മ്യൂണിറ്റി എന്താണ്, ഓട്ടോ ഇമ്മ്യൂൺ ഡിസോർഡേഴ്സ് ഏതൊക്കെയാണ്? Immune response during bacterial, parasitic and viral infection, congenital and acquired immunodeficiencies and vaccines. These are the syllabus included in innate and adaptive immune.